ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള നമ്മുടെ പഠനം തുടരുകയാണ്. വലിയ നോയമ്പ് കാലത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഈശോ മിശിഹായുടെ രക്ഷാകരമായ പീഡാസഹനവും കുരിശും മരണവും ഉത്ഥാനവും ഒക്കെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ആഴമായി ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമായ പെസഹ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇത്തിരി ആഴങ്ങളിൽ കാണാൻ ഇന്ന് ശ്രമിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 26-ാം അധ്യായം 26-ാം വാക്യം, 26. അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിൻ്റെ അടിസ്ഥാന വാക്യമായി മത്തായിയുടെ സുവിശേഷം 26 നമ്മൾ സ്വീകരിക്കുന്നത്. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് പറയുന്ന മനോഹരമായ വാക്യമാണ് അത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈശോ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ എല്ലാ മനുഷ്യരെയും ഈശോ സ്വന്തമായി കണ്ട് സ്നേഹിച്ചു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് അവൻ പഠിപ്പിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം പരിശുദ്ധ കുർബാനയെ നമ്മൾ ആഴങ്ങളിൽ മനസ്സിലാക്കുവാൻ. ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് മുൻപായി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ കൂടെ പെസഹ ഭക്ഷിക്കണമെന്ന് ഈശോ തീവ്രമായി ആഗ്രഹിച്ചു. അതിനാവശ്യമായ മുന്നൊരുക്കങ്ങളെല്ലാം ഈശോ തന്നെയാണ് ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ അത് മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കയുടെ സുവിശേഷം 22-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളത് വായിക്കുന്നത്. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം വന്നു ചേർന്നു. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്ക് എതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. ആ വീടിൻ്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുവാനുള്ള വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുക. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു പെസഹ ഒരുക്കുകയും ചെയ്തു. മുന്നൊരുക്കങ്ങളെല്ലാം എത്ര കൃത്യമായിട്ടാണ് തമ്പുരാൻ നടത്തുന്നത്. ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടു. അവർ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരാൾ ഒരു കുടം വെള്ളവും ചുവന്നുകൊണ്ട് വരാൻ വേണ്ടി തമ്പുരാൻ അവിടെ ഒരുക്കി വെച്ചേക്കാണ്. അവൻ പോകുന്നത് ആ വഴിയെ നിങ്ങൾ പോവുക. വളരെ എളുപ്പമാണ്, മെസ്സേജ് വളരെ കറക്റ്റാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പോൾ അവരോട് ചോദിക്കണം, ഗുരു ചോദിക്കുന്നു, എൻ്റെ പെസഹ ഞാൻ എവിടെയാണ് ഭക്ഷിക്കേണ്ടത്? എവിടെയാണ് അതിനുള്ള മുറി? സജ്ജീകൃതമായൊരു മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുക. ലോക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്. അവിടെ വെച്ചാണ് അവൻ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ വെച്ചാണ് കാലുകഴുകൽ ശുശ്രൂഷ അവൻ നടത്തിയത്. അവിടെ വെച്ചാണ് പരിശുദ്ധ കുർബാന അവൻ സ്ഥാപിച്ചത്. അവിടെ വെച്ചാണ് പൗരോഹിത്യം സ്ഥാപിച്ചത്. അവിടെ വെച്ചാണ് സ്നേഹത്തിൻ്റെ കൽപ്പന നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യമായ ഘടകമായ 4 കാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്നത് ഈ മാളിക മുറിയിൽ വെച്ചാണ്, സഹനൂട്ടിശാലയിൽ വെച്ചാണ്.
അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ കർത്താവ് വളരെ കൃത്യമായി ചെയ്തു എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരിക. ഇനി നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരികയാണ്. ഈശോയുടെ തിരുവത്താഴത്തിൽ ഈശോ ചെയ്ത 4 കാര്യങ്ങൾ എഴുതുന്നവർ അത് എഴുതിയെടുത്തുകൊള്ളുക. 1, കാല് കഴുകൽ ശുശ്രൂഷയാണ്. 1, കാല് കഴുകൽ ശുശ്രൂഷ. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ ഒരു മാതൃക നൽകുന്നു, ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ശിഷ്യത്വത്തിൻ്റെ വഴികളിൽ പരിശീലനം കൊടുക്കുന്ന ആദ്യ നാളുകളിൽ തന്നെ ഈ മാതൃക കർത്താവിന് കൊടുക്കാമായിരുന്നു. കാല് കഴുകുന്നതാണ് നമ്മുടെ ശൈലി. ഇത് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞു കൊടുത്താൽ ബാക്കി അതിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തുവിൻ്റെ പഠനങ്ങളെ മനസ്സിലാക്കാൻ കുറേ കൂടി എളുപ്പമുണ്ടാകും. പിന്നെ എന്തുകൊണ്ടാണ് ഈശോ ഈ അവസാന ദിവസത്തേക്ക് കാല് കഴുകൽ ശുശ്രൂഷയെ മാറ്റിവെച്ചത്? ഈ മാതൃക എന്തുകൊണ്ട് അവസാന മുഹൂർത്തത്തിലേക്ക് മാറ്റിവെച്ചു? ഈശോ അങ്ങനെ ചെയ്തുവെങ്കിൽ അതിന് അത്രയും വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരു ലക്ഷ്യം അതിനകത്ത് അവൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അതെന്താണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കാം. രണ്ടാമതായി പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ് തിരുവത്താഴത്തിൽ അവിടുന്ന് നടത്തിയത്. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം അതാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് നമുക്കറിയാം. പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാനയെന്ന് അനേക തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ ആ പെസഹ രഹസ്യങ്ങൾ അത് ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനമാണെന്നും അതിലൂടെയാണ് നമ്മുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വീണ്ടെടുക്കപ്പെട്ടവരുടെ തലത്തിലേക്ക് ഉയർന്നത്. അപ്പം അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നമ്മുടെ രക്ഷയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അത് ഈശോ സ്ഥാപിക്കുന്നത്, പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് തിരുവത്താഴത്തിൽ വെച്ചാണ്. രണ്ടാമത്തത്. മൂന്നാമതായി പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനമാണ്. ഈശോ ക്രിസ്തുവിൻ്റെ പെസഹായുടെ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാകുന്ന പരിശുദ്ധ കുർബാന ലോകാവസാനം വരെ തുടരുന്നതിന് വേണ്ടിയാണ് ഈശോ പരിശുദ്ധ പൗരോഹിത്യം സ്ഥാപിക്കുന്നത്. അപ്പം മൂന്നാമത്തത് പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനമാണ്. നാലാമതായി സ്നേഹത്തിൻ്റെ കൽപ്പന അവൻ നൽകി. ഏതാണ് സ്നേഹത്തിൻ്റെ കൽപ്പന? ലോകത്തിലുള്ള എല്ലാ ഗുരുക്കന്മാരും നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളവരാണ്. എല്ലാ വലിയ ആത്മീയ ആചാര്യന്മാരുടെ അധരങ്ങളിൽ നിന്ന് പരസ്പരം സ്നേഹിക്കണമെന്ന വാക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈശോ ആ കൽപ്പനയ്ക്ക് ഒരു തൻ്റേതായ ഒരു തനിമ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ വാക്ക്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നാണ് ഈശോ പറയുന്നത്. ബാക്കിയുള്ളവരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു, പക്ഷേ ഈശോ പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ ഈശോ അർത്ഥമാക്കുന്നത് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിച്ചത്. രക്ഷാകര ചരിത്രം മുഴുവൻ അവൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടാവും. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവനാണ് എന്ന് പുറപ്പാട് പുസ്തകത്തിൻ്റെ 34-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ആ കാരുണ്യത്തെ രക്ഷാകര ചരിത്രത്തിലൂടെ ലോകത്തിൽ അവതരിപ്പിച്ച് മനുഷ്യന് രക്ഷ കൊടുക്കുന്നതിന് വേണ്ടി മനുഷ്യനായി അവതാരമെടുത്ത് 3 വർഷക്കാലത്തെ തൻ്റെ പരസ്യ ജീവിതത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ മഹാരഹസ്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെ അവർക്കൊരു മാതൃകയും സന്ദേശവുമായി മാറ്റിയതിനു ശേഷം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എൻ്റെ അവസാനത്തുള്ളി രക്തവും ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് എന്നതാണ് ക്രിസ്തുവിൻ്റെ ജീവിതം അടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ കൽപ്പന നാലാമത്തത്. പ്രിയപ്പെട്ടവരെയും ഈ 4 കാര്യങ്ങൾ തിരുവത്താഴത്തിൽ ചെയ്ത ഈ 4 കാര്യങ്ങൾ വ്യത്യസ്തമായി മാറി നിൽക്കുന്ന 4 കാര്യങ്ങളല്ല പ്രത്യുത. ഇവ പരസ്പര ബന്ധിതവും പരസ്പര പൂരകവുമാണ് എന്നതാണ്
ഈ വിഷയത്തെ എടുക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഇത് പരസ്പര ബന്ധിതമാണ്, പരസ്പര പൂരകമാണ്. ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ട് ഇരിക്കുന്നു. ഒന്നിന് അർത്ഥമുണ്ടാകുന്നത് മറ്റുള്ളതിനോട് ബന്ധിപ്പിക്കുമ്പോഴാണ്. അത് ഒറ്റയ്ക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ആഴങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകും. അതുകൊണ്ട് ആ പരസ്പര ബന്ധം ഒന്ന് സൂചിപ്പിക്കാമെന്നാണ് ഞാൻ ആദ്യമേ കരുതുക. തിരുവത്താഴത്തിൽ ഈശോ ചെയ്ത 4 കാര്യങ്ങളുടെ മർമ്മമേതാണ്, കേന്ദ്രമേതാണ് എന്ന് മനസ്സിലായാൽ ഈ ബന്ധം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാവും. അതുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കുക. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ് തിരുവത്താഴത്തിൻ്റെ മർമ്മം. തിരുവത്താഴത്തിൻ്റെ കേന്ദ്രം പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെടുത്തിയാണ് ബാക്കി 3 കാര്യങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ കാലുകഴുകൽ ശുശ്രൂഷ പരിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കം ആയിരുന്നു. കാലുകഴുകൽ ശുശ്രൂഷ പരിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കമായിരുന്നു. ക്രിസ്തുവിൻ്റെ പെസഹായിൽ, സാധാരണ പെസഹായിൽ പാദക്ഷാളനം എന്ന് പറയുന്നത് ദേഹശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഈശോ അതിനേക്കാൾ എത്രയോ വലിയ ആഴമായ അർത്ഥങ്ങളാണ് അതിന് നൽകുക. പരിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കമാണ് കാലുകഴുകൽ ശുശ്രൂഷ. അത് 3 തലത്തിലുള്ള ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുക. ഏതൊക്കെയാണ് ആ 3 തലങ്ങൾ? ഒന്ന്, ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ്. ആത്മാവിൻ്റെ ശുദ്ധീകരണം പരിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകളിൽ കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ഈ കർമ്മം അനുഷ്ഠിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആത്മശുദ്ധീകരണം അനിവാര്യമാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന്. അതുകൊണ്ട് ആത്മാവിൻ്റെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത അവസ്ഥ എന്നാണ് അർത്ഥം. പാപരഹിതമായ, ദോഷരഹിതമായ ഒരവസ്ഥയിൽ മാത്രമേ പരിശുദ്ധ കുർബാനയുടെ ഫലം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം മർമ്മപ്രധാനമാണ്. അത് കഴുകി ശുദ്ധമാക്കപ്പെടണം. പാപമില്ലാത്ത അവസ്ഥ, ദൈവകൃപയിലുള്ള ജീവിതം, വരപ്രസാദത്തിൻ്റെ നിറവിലായിരിക്കുമ്പോഴാണ് പരിശുദ്ധ കുർബാന നമുക്ക് അനുഭവമായി മാറുക. അതുകൊണ്ട് വിശുദ്ധീകരണം ആദ്യം നടക്കേണ്ടത് ആത്മാവിൻ്റെ തലത്തിലാണ്. അതുകൊണ്ടാണ് നന്നായി കുമ്പസാരിച്ച് ഒരുങ്ങി വേണം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെന്നും അയോഗ്യതയോടെ സ്വീകരിച്ചാൽ അത് നമ്മുടെ ശിക്ഷാവിധിക്ക് കാരണമായി തീരുമെന്നൊക്കെ വളരെ വ്യക്തമായി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ് പാദം കഴുകൽ ശുശ്രൂഷയിലൂടെ ഈശോ പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ആത്മാവിൻ്റെ ശുദ്ധീകരണം. ഇനി രണ്ടാമത്തത് മനസ്സിൻ്റെ ശുദ്ധീകരണമാണ്. മനസ്സ് ശുദ്ധമാവണം എന്ന് പറഞ്ഞാൽ ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത, ആരോടും പകയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, അനുരഞ്ജിതമായ ഒരു മനസ്സോടെ വേണം ബലിയർപ്പിക്കാൻ വേണ്ടി കയറാൻ. ഇത് വലിയ പ്രശ്നമാണ്. എല്ലാ പുരാതനമായ ദേവാലയങ്ങളുടെയും മുൻവശത്ത് ഒരു കുരിശും തൊട്ടി സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. കൽക്കുരിശ് വെച്ചിരിക്കും. എന്തിനാണ് ഈ കൽക്കുരിശ്? അത് ബൈബിളിലെ ഒരു വാക്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. നീ ബലിയർപ്പിക്കാൻ വേണ്ടി ബലിപീഠത്തിനരികിലേക്ക് വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തുക്കൾ അവിടെ വെച്ചിട്ട് ആദ്യം പോയി അവരുമായി രമ്യതപ്പെടുക, പിന്നെ വന്ന് ബലിയർപ്പിക്കുക എന്ന വാക്യത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ദേവാലയത്തിൻ്റെ മുൻപിലെ കുരിശുതൊട്ടി എന്നാണ് പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബലിയർപ്പിക്കാൻ കൊണ്ടുവന്ന സാധനങ്ങൾ, ബലിവസ്തുക്കൾ വയ്ക്കാനുള്ള ഇടമാണത്. അപ്പോൾ ആ കുരിശുതൊട്ടി കാണുമ്പോൾ നമ്മൾ ഓർക്കണം, ആർക്കെങ്കിലും എന്നോട് മനസ്സിൽ പ്രയാസമുണ്ടോ, എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പെരുമാറ്റം കൊണ്ടോ ആരെങ്കിലും വേദനിക്കാനിടയായിട്ടുണ്ടോ, അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടോ, വേദനിച്ചവരുണ്ടോ, അവരുമായി അനുരഞ്ജനപ്പെടുക എന്ന സന്ദേശം മർമ്മപ്രധാനമാണ്. അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക എന്നാണ് വാക്യം. അപ്പം അതുകൊണ്ട് ഒന്ന്, ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ്. രണ്ട്, മനസ്സിൻ്റെ ശുദ്ധീകരണമാണ്. മനസ്സിൻ്റെ ശുദ്ധീകരണം ആരോടും വെറുപ്പും വിദ്വേഷവുമില്ലാത്ത അനുരഞ്ജിതമായ മനസ്സാണ്. അതാണ് രണ്ടാമത്തത്.
മൂന്നാമത്തത് ശാരീരികമായ ശുദ്ധിയാണ്. ശാരീരികമായ ശുദ്ധിക്ക് ആത്മീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭാരതീയ ദർശനത്തിൽ കുളിച്ച് ശുദ്ധമായിട്ടാണ്, ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് അമ്പലക്കുളത്തിൽ കുളിച്ച് ഈറൻ വസ്ത്രമെടുത്ത് നഗ്നപാതനായി ശ്രീകോവിലിന് വലം വെച്ചതിന് ശേഷം ഒരു കുടന്ന പൂക്കളുമായി ഈ ശ്രീകോവിലിന് മുൻപിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ടാണ് ഒരു ഭക്തൻ്റെ ദിവസം ആരംഭിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുൻപ് വായിച്ച അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിൽ നിന്ന് ഒരു വാക്കാണ് ഞാൻ പറഞ്ഞത്. ഒരു 10-40 വർഷങ്ങൾക്ക് എങ്കിലും മുൻപ്. ഞാനതിപ്പോഴും ഓർത്തിരിക്കാനുള്ള കാരണം ഈ ആത്മീയ ജീവിതത്തിന് ഭാരതീയ ദർശനത്തിൽ ശാരീരിക ശുദ്ധിക്കൊക്കെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ, അത് വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പോയാൽ നമ്മൾ എന്തുമാത്രം ശാരീരിക ശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കും. ഏറ്റവും നല്ല ഡ്രസ്സ് ധരിച്ച് ഒരു വലിയ ആളെ കാണാൻ പോയാൽ നമ്മൾ അങ്ങനെയാണ് പോവുക. എത്രമാത്രം ശുദ്ധമായും എത്രമാത്രം നന്നായും വൃത്തിയായും ഒക്കെ നമുക്ക് പോകാൻ സാധിക്കും നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇതിനേക്കാൾ വലിയൊരു കാര്യം ചെയ്യാനില്ലാത്ത വിധത്തിൽ അത്രമാത്രം ശ്രേഷ്ഠമായ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പോകുമ്പോൾ ശാരീരികമായ ശുദ്ധീകരണത്തിനും പ്രാധാന്യമുണ്ട്. അതൊരു ഒരുക്കത്തിൻ്റെ ഭാഗമാണ്, ഒരുക്കമാണത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ശാരീരിക ശുദ്ധീകരണം പോലും അർത്ഥമാക്കുക. അതുകൊണ്ട് കാലുകഴുകൽ ശുശ്രൂഷ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും നടക്കേണ്ട ശുദ്ധീകരണത്തിൻ്റെ പ്രതീകമാണ്. അതാണ് ഒന്നാമതായി തമ്പുരാൻ ചെയ്തത്. ഇത് പരിശുദ്ധ കുർബാനയോടും പൗരോഹിത്യത്തോടും കൂടെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. മോശ മഹാപുരോഹിതനായി അഹ്റോനെ നിശ്ചയിക്കുന്ന സമയത്ത് അഹ്റോനെയും അഹ്റോൻ്റെ മക്കളെയും വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചിട്ടാണ് പൗരോഹിത്യം അവർക്ക് നൽകുന്നത്. പൗരോഹിത്യ വസ്ത്രങ്ങൾ അവരെ ധരിപ്പിക്കുന്നതിന് മുൻപ് ഈ ശുദ്ധീകരണം നടന്നിട്ടുണ്ടെന്ന് പഴയ നിയമം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് കാലുകഴുകൽ ശുശ്രൂഷ ശുദ്ധീകരണത്തിൻ്റെ അടയാളമായി നമ്മൾ കാണുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയോട് പൗരോഹിത്യത്തോടും ബന്ധപ്പെട്ട് അത് നിൽക്കുകയാണ്. രണ്ടാമത്തത് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ്. അതാണ് മർമ്മം. ഈ മർമ്മം ആഴങ്ങളിൽ മനസ്സിലാക്കാൻ നമ്മൾ പരിശുദ്ധ കുർബാന കൂടെ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനവും സ്നേഹത്തിൻ്റെ കൽപ്പനയും കണ്ടതിന് ശേഷം പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിലേക്ക്, അതിൻ്റെ മർമ്മത്തിലേക്ക് വരും. ഇനി പൗരോഹിത്യം എന്തിനാണ് ഈശോ തിരുവത്താഴത്തിൽ വെച്ച് സ്ഥാപിച്ചത്? ലോകാവസാനം വരെ പരിശുദ്ധ കുർബാന തുടരാൻ വേണ്ടിയാണ് പൗരോഹിത്യം ഈശോ സ്ഥാപിച്ചത്. അതുകൊണ്ടാണത് തിരുവത്താഴത്തിലേക്ക് മാറ്റിവെച്ചത്. പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം പരിശുദ്ധ കുർബാനയോട് വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു മാനുഷിക പ്രവൃത്തി ബലിയായി മാറണമെങ്കിൽ അതിൽ അടിസ്ഥാനപരമായി 4 ഘടകങ്ങൾ ഉണ്ടാവണം. ഓർമ്മയുണ്ടോ? 4 ഘടകങ്ങൾ. 1 ബലി അർപ്പകനാണ്, 2 ബലി വസ്തുവാണ്, 3 ബലി പീഠമാണ്, 4 ദൈവാരാധനയാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ പഴയ നിയമ പ്രതീകങ്ങളിൽ ബലിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ആശയങ്ങൾ വിശദീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ബലി നടക്കണമെങ്കിൽ ഒരു ബലി അർപ്പകൻ ഉണ്ടാകണം. അതുകൊണ്ടാണ് ബലിയെക്കുറിച്ചുള്ള ചിന്തയോട് ബന്ധപ്പെട്ടാണ് ആദ്യത്തെ ബലി ക്രിസ്തു അർപ്പിക്കുന്നു. അത് തുടരണം ലോകത്തിൻ്റെ അവസാനം വരെ. മലാക്കിയുടെ പ്രവചന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതുപോലെ, 1:11 രേഖപ്പെടുത്തിയതുപോലെ, എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും ഒരേ ബലി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് ക്രിസ്തുവിൻ്റെ കാൽവരി ബലിയുടെ തുടർച്ചയായ പരിശുദ്ധ കുർബാനയാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് പൗരോഹിത്യം പരിശുദ്ധ കുർബാന ലോകാവസാനം വരെ തുടരാൻ വേണ്ടിയാണ്. ഞാൻ ഈ ചെയ്തത് ഈശോയുടെ 2ാമത്തെ ആഗമനം വരെ, വീണ്ടും വരുന്നത് വരെ നിങ്ങൾ ഈ ഭൂമിയിൽ തുടരുക. അതുകൊണ്ട് പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം പരിശുദ്ധ കുർബാനയോട് അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുക. ഇനി മൂന്നാമതായി, പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനത്തിന് ശേഷം പിന്നീട് സ്നേഹത്തിൻ്റെ കൽപ്പന അവൻ നമുക്കായി നൽകി. സ്നേഹത്തിൻ്റെ കൽപ്പന, അതിന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. സ്നേഹത്തിൻ്റെ കൽപ്പനയിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന കൽപ്പന തിരുവത്താഴത്തിൽ വെച്ച് ഈശോ
നമുക്കായി നൽകിയത് പരിശുദ്ധ കുർബാന ജീവിക്കാനുള്ള കൽപ്പനയാണ് സ്നേഹത്തിൻ്റെ കൽപ്പന. ഇനി ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച്, കാലുകഴുകൽ ശുശ്രൂഷ പരിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കമായിരുന്നു. പൗരോഹിത്യ സ്ഥാപനം ലോകാവസാനം വരെ പരിശുദ്ധ കുർബാന തുടരാൻ വേണ്ടിയുള്ളതായിരുന്നു. മൂന്നാമതായി സ്നേഹത്തിൻ്റെ കൽപ്പന പരിശുദ്ധ കുർബാന ജീവിക്കാനുള്ള കൽപ്പനയാണ്. പരിശുദ്ധ കുർബാന ജീവിക്കുക എന്ന് പറഞ്ഞാൽ അപരന് വേണ്ടി ബലിയായിത്തീരുന്ന ജീവിതം. അതാണ് ഈ ബലിജീവിതം എന്നൊക്കെ നേരത്തെ മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബലിജീവിതം അതാണ് സ്നേഹത്തിൻ്റെ പ്രായോഗിക തലമാണ്, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കലാണ്. യഥാർത്ഥത്തിൽ ബലിയുടെ പ്രാവർത്തികതയാണ്, പ്രായോഗികതയാണ് സ്നേഹത്തിൻ്റെ കൽപ്പന എന്ന് നമുക്ക് മനസ്സിലാകും. അതിൻ്റെ മർമ്മത്തിലേക്ക് വീണ്ടും നമ്മൾ വരികയാണ്. അതിൻ്റെ മർമ്മം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ്. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വേളയിൽ ഈശോ 4 കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ തിരുവത്താഴത്തിൽ 4 കാര്യങ്ങൾ. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? 1, കാലുകഴുകൽ ശുശ്രൂഷ. 2, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. 3, പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം. 4, സ്നേഹത്തിൻ്റെ കൽപ്പന നൽകൽ. അപ്പോൾ ഇതാണ് തിരുവത്താഴത്തിൽ ഈശോ ചെയ്ത, തൻ്റെ അവസാനത്തെ അത്താഴവേളയിൽ ഈശോ ചെയ്ത 4 കാര്യങ്ങൾ ഇതാണ്. അതിൽ ഒന്നാമത്തത് കാലുകഴുകലിൽ 3 കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിൻ്റെ മർമ്മമായ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ ഈശോ 4 കാര്യങ്ങൾ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ബലിയുടെയും ബലി ജീവിതത്തിൻ്റെയും രൂപരേഖ ഒന്നാണ് എന്ന് മനസ്സിലാകുന്നത് ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. അതുകൊണ്ട് അത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ബലിജീവിതം നയിക്കുന്നവരുടെ ബലമാണ് ദിവ്യകാരുണ്യം. ബലിയായിത്തീരാനുള്ള ബലം നൽകുന്നതും ദിവ്യകാരുണ്യം. ബലിയും ബലിജീവിതവും ഒന്നായി മാറും. ബലിയും ബലിജീവിതവും ഒന്നായി മാറുമ്പോൾ ബലിയർപ്പകൻ മാത്രമായി മാറുകയല്ല, ബലി വസ്തുവായി മാറുകയാണ്. അതൊക്കെ ഏറെ മണിക്കൂറുകൾ വ്യാഖ്യാനിക്കേണ്ട വിഷയമാണ്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ബലിയുടെ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ ചെയ്യുക എന്നാണ് അർത്ഥം. ഈശോ ഭക്ഷണത്തിൻ്റെ മുൻപിൽ ഈ 4 കാര്യങ്ങൾ എന്നും ക്രമം തെറ്റിക്കാതെ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം നടക്കുന്നിടത്ത് ഈ 4 കാര്യങ്ങളുണ്ട്. തിരുവത്താഴത്തിൽ പെസഹാ ഭക്ഷണത്തിൽ ഈശോ ഈ 4 കാര്യങ്ങൾ അതേപോലെ കൃത്യമായി അതേ ഓർഡറിൽ ചെയ്തിട്ടുണ്ട്. ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായത്തിൽ എമ്മാവൂസിലെ ഭക്ഷണ വിരുന്ന് മേശയിൽ ഇതേ കാര്യം 4 കാര്യങ്ങളും അവൻ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയിൽ ഈ 4 കാര്യങ്ങളുണ്ട്. ബലി ജീവിതത്തിൽ ഈ 4 കാര്യങ്ങളുണ്ട്. ഏതാണ് ഈ 4 കാര്യങ്ങൾ? ശരിക്കും ശ്രദ്ധിക്കുക. അത് നമ്മൾ കാണുന്നത് ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായം 19-ാം വാക്യം. പിന്നെ അവൻ അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ലൂക്കയുടെ സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യമാണ് ഞാൻ വായിക്കുക. അപ്പം അതുകൊണ്ട് അവിടെ 4 ക്രിയാപദങ്ങളുണ്ട്. 4 ക്രിയാപദങ്ങൾ. ഏതൊക്കെയാണ് 4 ക്രിയാപദങ്ങൾ? 1, ഈശോ അപ്പം എടുത്തു. 2, ഈശോ അപ്പം വാഴ്ത്തി. 3, ഈശോ അപ്പം മുറിച്ചു. 4, ഈശോ അപ്പം നൽകി. ഇതാണ് 4 കാര്യങ്ങൾ. 4 ലക്ഷ്യങ്ങളോട് കൂടിയ 4 പ്രവൃത്തിയാണ് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ ഈശോ ചെയ്തത്. ശരിക്കും ശ്രദ്ധിക്കണം, എന്നാൽ ഇതിൻ്റെ പൊരുൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. ഒന്നാമത്തെ കാര്യം, ഈശോ അപ്പം എടുക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കൊടുക്കണം. ഈശോയുടെ കയ്യിലേക്ക് കൊടുത്താൽ ഈശോ എടുക്കും. കൊടുക്കാത്തത് ദൈവം എടുക്കുകയില്ല.
പൂർണ്ണമായി കൊടുത്താൽ പൂർണ്ണമായി എടുക്കും, അപൂർണമായി കൊടുത്താൽ അപൂർണമായി മാത്രം എടുക്കും. പൂർണ്ണമായി കൊടുത്താൽ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും. അപൂർണമായി കൊടുത്താൽ കൊടുക്കാത്ത എല്ലാ മേഖലകളിലും നീ എന്നും അസ്വസ്ഥനായിരിക്കും. തമ്പുരാൻ്റെ കരങ്ങളിൽ കൊടുക്കാത്ത ഏത് മേഖല നിന്റെ ജീവിതത്തിലുണ്ടോ ആ മേഖലയിൽ എന്നും നീ അസ്വസ്ഥനായിരിക്കും. പ്രായോഗിക ജീവിതത്തിൽ ഇത് മനസ്സിലാക്കേണ്ടതാണ്. തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. അതാണ് ഈ പൂർണ്ണമായ നൽകൽ എന്ന് പറയുന്നത്. അപൂർണമായ സമർപ്പണങ്ങൾ ദൈവത്തിന് സ്വീകാര്യമല്ല. പൂർണ്ണമായ സമർപ്പണങ്ങളിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അതുകൊണ്ട് ആബേലിൻ്റെയും കായൻ്റെയും ബലി നടക്കുന്നിടത്ത് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരുവൻ്റെ ബലി തിരസ്കൃതവും അപരൻ്റെ ബലി സ്വീകാര്യമായത് കൊടുത്ത വസ്തുവിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, കൊടുത്തവൻ്റെ മനോഭാവം കൊണ്ടാണ് എന്ന് മനസ്സിലാകും. പൂർണ്ണമായി കൊടുത്താൽ ഏറ്റവും നല്ലത് കൊടുക്കും. ഇഷ്ടത്തോടെ കൊടുത്താൽ ഏറ്റവും നല്ലത് കൊടുക്കും. ഇഷ്ടമില്ലാതെ കൊടുത്താൽ കൊടുത്തു എന്ന് പേര് വരുത്താൻ വേണ്ടി മാത്രം കൊടുക്കും. അപ്പം അതുകൊണ്ട് കൊടുത്ത വസ്തുവിൻ്റെ പ്രത്യേകതയല്ല ദൈവത്തിൻ്റെ മുൻപിൽ ഒരു ബലിയെ സ്വീകാര്യമോ തിരസ്കൃതമോ ആക്കുന്നത്. പ്രത്യേകത കൊടുത്തവൻ്റെ മനോഭാവമാണ്. ഇഷ്ടത്തോടെ പൂർണ്ണമായി കൊടുത്താൽ അവൻ പൂർണ്ണമായി എടുക്കും. ദൈവം എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവം എടുക്കുന്നത് വാഴ്ത്താൻ വേണ്ടിയാണ്. വാഴ്ത്താൻ വേണ്ടിയല്ലാതെ ദൈവം ഒന്നും എടുക്കുകയില്ല. വാഴ്ത്താൻ വേണ്ടിയാണ് ദൈവം എടുക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ എന്തു കൊടുത്തുവോ അത് ദൈവം വാഴ്ത്തും. വാഴ്ത്തുക എന്നത് എടുക്കലിൻ്റെ രണ്ടാം ഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം വാഴ്ത്തുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. ദൈവം എടുത്ത് വാഴ്ത്തിയാൽ അതിന് മാറ്റം വരാൻ തുടങ്ങും. ഈശോയുടെ കയ്യിലേക്ക് കൊടുത്ത 5 ബാർലിയപ്പവും 2 മീൻ കഷ്ണവും ദൈവം കൈകളിലെടുത്ത് അത് വാഴ്ത്തിയപ്പോൾ അപ്പത്തിന് മാറ്റം വന്നു. ദൈവമായ കർത്താവ് അബ്രാമിനെ വിളിച്ച് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക എന്ന് പറയുന്നിടത്ത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹിക്കപ്പെടും. ദൈവം വാഴ്ത്തിയാൽ അത് ഒരു അനുഗ്രഹമായി മാറും. ഒരു വസ്തു അനുഗ്രഹമായി മാറും, ഒരു വ്യക്തി അനുഗ്രഹമായി മാറും, ഒരു സാഹചര്യം അനുഗ്രഹമായി മാറും. എല്ലാത്തിനും മാറ്റം വരികയാണ്. ഒരു ആശീർവാദം, തമ്പുരാൻ്റെ ഒരു ആശീർവാദത്തിന് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും തിരുത്തി കുറിക്കാനുള്ള ശക്തിയുണ്ട്. വാഴ്ത്തുമ്പോഴാണ് വളരാൻ തുടങ്ങുന്നത്. വാഴ്ത്തിയത് എല്ലാം വളരും, വാഴ്ത്താത്തത് ചെറുതായിക്കൊണ്ടിരിക്കും, വാഴ്ത്തിയതൊക്കെ വളർന്നുകൊണ്ടിരിക്കും. വളരുന്നുണ്ടോ എന്ന് മനസ്സിലാകുന്നത് എപ്പോഴാണ്? ഇത് വാഴ്ത്തിയതാണോ, എൻ്റെ ജീവിതം വാഴ്ത്തിയതാണോ എന്ന് എപ്പോഴാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുക? മുറിച്ചു നോക്കണം. മുറിക്കും തോറും വളരുകയാണെങ്കിൽ അത് വാഴ്ത്തിയതാണ്. മുറിക്കും തോറും ചെറുതാകുകയാണെങ്കിൽ അത് വാഴ്ത്താത്തതാണ്. മുറിക്കും തോറും വളരുന്നതൊക്കെ വാഴ്ത്തിയതാണ്, മുറിക്കും തോറും ചെറുതാകുന്നതൊക്കെ വാഴ്ത്താത്തതാണ്. ഉദാഹരണത്തിലൂടെ ഞാൻ കടന്നു വന്നാൽ, ഒരു കൊച്ചിന് ഒരു നേരം കഴിക്കാനുള്ള അപ്പം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് തമ്പുരാൻ അത് വാഴ്ത്തി. അത് അവൻ മുറിച്ച് ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുത്തു, ജനക്കൂട്ടത്തിന് വിളമ്പാൻ. ഒരു നേരം ഒരു കൊച്ചിന് തിന്നാനുള്ള ഭക്ഷണം 5000 പേർക്ക് ഭക്ഷിക്കുവാനും സംതൃപ്തരാകാനും ഇടയാകത്തക്ക വിധത്തിൽ അത് വളർന്നത് എപ്പോഴാണ്? വാഴ്ത്തിയത് കൊണ്ടാണ്. വാഴ്ത്തിയത് മുറിക്കും തോറും വളരും, വാഴ്ത്താത്തത് മുറിക്കും തോറും ചെറുതായിക്കൊണ്ടിരിക്കും. ഒരു ബ്രെഡ് എന്ന് കരുതുക. ഞാൻ ഒരു നേരത്തേക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ഒരു ബ്രെഡ്, അത് 2 പേർക്കായി മുറിച്ച് കൊടുത്താൽ 2 പേർക്ക് ഇത്തിരി കിട്ടും. അത് 4 പേർക്കായി മുറിച്ച് കൊടുത്താൽ ഇത്തിരി, തീരെ കുഞ്ഞു കഷ്ണം. ഇവിടെ ഇരിക്കുന്ന ഇവർക്കെല്ലാവർക്കും വേണ്ടി ഒരു ബ്രെഡ് ഞാൻ മുറിച്ചു കൊടുത്താൽ
കിട്ടിയത് കൊണ്ട് ഒരു ഭാരമില്ലാത്ത വിധത്തിൽ വിശപ്പ് കൂടുന്നു എന്നുള്ളതല്ലാണ്ട് വേറൊന്നുമില്ല, ഒന്നിനും തികയുന്നില്ല. പക്ഷേ വാഴ്ത്തിയതാണെങ്കിൽ മുറിക്കും തോറും വളരും. വാഴ്ത്തിയത് എന്തുമാത്രം മുറിക്കുന്നുവോ അത്രയും 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 അത് വളരുകയാണ്. 1000 മുറിച്ചാൽ 1000 പേർക്ക് വയറ് നിറയാൻ മാത്രം, 5000 മുറിച്ചാൽ 5000 പേർക്ക് നിറയാൻ മാത്രം, 10000 മുറിച്ചാൽ 10000 പേർക്ക് നിറയാൻ മാത്രം. മുറിക്കും തോറും വളരുന്നതാണ് വാഴ്ത്തിയതാണ് എന്നതിൻ്റെ ലക്ഷണം. ഇത് പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മുറിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സഹനാനുഭവത്തിലൂടെ കൊണ്ടുപോവുക എന്നാണ് അർത്ഥം. രോഗത്തിലൂടെ, അസ്വസ്ഥതയിലൂടെ, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ, അങ്ങനെ അനുദിന ജീവിതത്തിലെ മുറിപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നീ ദൈവത്തിൽ നിന്ന് അകലുകയാണെങ്കിൽ നീ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അകലുന്നവൻ ചെറുതായിക്കൊണ്ടിരിക്കും. എന്നാൽ മുറിക്കും തോറും ദൈവത്തെ അള്ളിപ്പിടിക്കുകയാണെങ്കിൽ, പരിപൂർണമായി ആശ്രയിക്കുകയാണെങ്കിൽ നീ വളർന്നുകൊണ്ടേയിരിക്കും. മുറിക്കുമ്പോഴാണ് നീ വാഴ്ത്തിയതാണോ വാഴ്ത്താത്തതാണോ എന്ന് തിരിച്ചറിയേണ്ടത്. വാഴ്ത്തിയതാകണമെങ്കിൽ ആദ്യം കൊടുക്കണം. ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ ദൈവം അത് വാഴ്ത്തും. ദൈവം വാഴ്ത്തിയാൽ അത് വളരാൻ തുടങ്ങും. വാഴ്ത്തുന്നതെല്ലാം വളരുന്ന അനുഭവത്തിലേക്കാണ് കടന്നു പോകുക. അതുകൊണ്ട് ഓരോ ജീവിതാനുഭവങ്ങളും, ഓരോ മുറിക്കപ്പെടുന്ന അനുഭവങ്ങളും ആത്മീയ ജീവിതത്തിൽ നമ്മളെ വളർത്തണം. കാരണം ദൈവം വാഴ്ത്തിയ ജന്മമാണ് ഇത് എന്ന് മനസ്സിലാക്കണം. ദൈവം വാഴ്ത്തിയത് അവനിങ്ങനെ വലുതാക്കിക്കൊണ്ടേയിരിക്കും, വളർത്തിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ വാഴ്ത്തിയത് മുറിച്ചു നോക്കുമ്പോൾ വളരുന്നത് അത് എന്തിനു വേണ്ടിയാണ്? എടുത്തത് വാഴ്ത്താൻ വേണ്ടിയാണ്, വാഴ്ത്തിയത് മുറിക്കാൻ വേണ്ടിയാണ്, മുറിച്ചത് നൽകാൻ വേണ്ടിയാണ്, കൊടുക്കാൻ വേണ്ടിയാണ്. അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. 4ാമത്തെ പ്രവൃത്തി കൊടുത്തു എന്നതാണ്. 4 പ്രവൃത്തികൾ പറഞ്ഞു നോക്കിക്കേ. 1, അവൻ അപ്പം എടുത്തു. 2, അവൻ അപ്പം വാഴ്ത്തി. 3, അവൻ അപ്പം മുറിച്ചു. 4, അവൻ അപ്പം കൊടുത്തു, നൽകി. കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? വളരാൻ വേണ്ടിയാണ്, വളർത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകുവാൻ ആണ് എന്ന് പറഞ്ഞവൻ തന്നെ മുറിച്ച് നൽകിയത് ജീവൻ്റെ സമൃദ്ധിയായ നിത്യ ജീവൻ നമുക്ക് നൽകാൻ വേണ്ടിയാണ്. അതിനെന്താണ് വേണ്ടത്? കൊടുക്കണം. കൊടുത്താൽ തമ്പുരാൻ എടുക്കും, എടുത്താൽ തമ്പുരാൻ വാഴ്ത്തും, തമ്പുരാൻ വാഴ്ത്തിയാൽ ദൈവം മുറിക്കും, ദൈവം മുറിച്ചാൽ ദൈവം കൊടുക്കും. അത് മുറിച്ച് കൊടുക്കാൻ ഇടയായാൽ അത് അനേകർക്ക് നിറവായി മാറും. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ ഈശോ ചെയ്ത 4 കാര്യങ്ങൾ ഈ തിരുവത്താഴത്തിൻ്റെ മർമ്മമായി നിൽക്കുന്നു. ഇതാണ് ബലി ജീവിതത്തിൻ്റെ രൂപരേഖ. ദൈവത്തിന് നമ്മളെ വളർത്താനും ആശീർവദിക്കാനും വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തത് ദൈവം ആശീർവദിക്കുന്നു. ദൈവം ആശീർവദിക്കുമ്പോൾ അതൊരു അനുഗ്രഹമായി മാറുന്നു. ആ അനുഗ്രഹത്തിൻ്റെ തൊട്ടു പിന്നാലെ മുറിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഓരോ ദിവസവും മുറിക്കപ്പെട്ട അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകുന്നു. അത് കൂടുതൽ 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 പേർക്ക് നിറവ് നൽകുന്നതിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ പരാതികളില്ലാതെ, ആവലാതികളില്ലാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് അവൻ തരുന്നതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ മനസ്സുകൾ രൂപപ്പെടാൻ തുടങ്ങും. അപ്പോൾ അനേകർക്ക് അത് നിറവായി മാറും. അതാണ് പരിശുദ്ധ കുർബാനയായി മാറാനുള്ള മാർഗം. ബലി അർപ്പകനിൽ നിന്ന് ബലി വസ്തുവിലേക്കുള്ള രൂപാന്തരീകരണം ഇപ്രകാരമാണ് സംഭവിക്കുന്നത്. ഇതാണ് ബലിയുടെയും ബലി ജീവിതത്തിൻ്റെയും രൂപരേഖ. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ കൊടുക്കാം. ദൈവം നമ്മളെ ആശീർവദിക്കട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം ചെയ്യട്ടെ. അനേകരുടെ നിറവിന് വേണ്ടി എൻ്റെ ദൈവം എന്നെ മുറിച്ച് കൊടുക്കട്ടെ, പകർന്ന് കൊടുക്കട്ടെ. അങ്ങനെ അനേകർക്ക് അനുഗ്രഹമായി ഞാൻ മാറട്ടെ. ദൈവമേ, അതിനുള്ള കൃപയും ശക്തിയും ബലവും അഭിഷേകവും
ഇപ്പോൾ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പരിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ബലി, കത്തോലിക്കാ സഭയിലെ ഏറ്റവും വലിയ ആരാധന, ഈ ആരാധനയുടെ വേളയിൽ പരിശുദ്ധ കുർബാനയിൽ അർപ്പിക്കപ്പെടുന്ന അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് നമ്മുടെ എല്ലാ ജീവിതത്തെയും സമർപ്പിക്കാം, നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും സമർപ്പിക്കാം, നമ്മുടെ സങ്കടങ്ങളെയൊക്കെ ദൈവം ആശീർവദിച്ച് അതിനൊക്കെ പരിഹാരം ഈ ബലിയിലൂടെ നമുക്ക് സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ബലി നമുക്കൊന്നു ചേർന്ന് ആരംഭിക്കാം.